മഴയൊക്കെ ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് വർക്കല പോകാനുള്ള മൂഡ് വരും. അങ്ങനെ നമ്മൾ നേരെ വെച്ച് പിടിക്കുകയാണ്. കൂട്ടത്തിൽ കഴക്കൂട്ടത്ത് ഹരിത നഴ്സറിയിൽ നിന്ന് കുറച്ച് ചെടികളൊക്കെ മേടിക്കുന്നുണ്ട്. ഒരു അവക്കാഡോ, N95-ൻ്റെ നമ്മുടെ റംബൂട്ടാന്, പിന്നെ മാംഗോസ്റ്റീമൊക്കെ മേടിക്കുന്നത്. ഓൾറെഡി ഇവിടെ നിന്ന് നല്ലൊരു മാംഗോയുടെ തൈ നമ്മൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് ചെറുതിലേ പൊടിക്കുമെന്നൊക്കെ പറഞ്ഞ് അതിൽ ചെറിയ മാംഗോ ഒക്കെ വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിയാണ്. അപ്പോൾ നല്ല ട്രാഫിക് ബ്ലോക്കാണേ. വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് ബ്ലോക്കിൻ്റെ ഇടയിൽ ആറ്റിറ്റ്യൂഡിട്ട് അഭിനയിക്കുന്ന എന്റെ ഭർത്താവിന്. കഴക്കൂട്ടം വഴി രാവിലെ രാത്രിയൊക്കെ പോകുന്ന ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്. കാര്യം ബ്ലോക്കിലൊക്കെ പെട്ട ഒരു പരുവായിട്ടായിരിക്കും നമ്മൾ എത്തിച്ചേരുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വർക്കല വരാൻ ഇഷ്ടം തീരദേശം വഴിയാണ്. പക്ഷെ എന്തോ എൻ്റെ കെട്ടിന് അതുവഴി വർക്കല വരാൻ നെപ്പിടപ്പിയാണേ. ഒരു വർക്കല വരാന്ന് പറയുമ്പോഴേ ചാടി വീഴുന്ന ഈ ഫിഷിനൊക്കെ ഫുഡ് കൊടുക്കാനോ അവിടുത്തെ ബേർഡീനൊക്കെ കാണാനാണ് കേട്ടോ. പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമാണ്. ഈ കാണുന്നത് എൻ്റെ അമ്മായി അച്ഛൻ്റെ സ്നേഹപ്രകടനമാണ് കേട്ടോ. പുള്ളിക്കാരൻ ഭയങ്കര ഒരു BJP അനുഭാവിയാണ്. അപ്പോൾ ചുമ്മാ ചൊറിയാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും BJPനെ മോദിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ കൊണ്ടെങ്കിൽ ഇളവും കേട്ടോ. എന്തായാലും അച്ചാച്ചനും മോനും കൂടെ ഫിഷിന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. മോദി ബേ നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും കുറച്ചൊന്ന് സന്ധ്യയായി. അതേപോലെ തന്നെ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇനി എവിടെ വെക്കും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ ആകെ മൊത്തം. നമുക്ക് മാംഗോസ്റ്റീൻ, പിന്നെ ഒരു അവക്കാഡോ, 2 റംബൂട്ടാനുമാണ് മേടിച്ചത്. റെഡ് കളർ റംബൂട്ടാൻ, N95 അങ്ങനെ എന്താ. അപ്പോൾ അവക്കാഡോ വന്നിട്ട് ചോലയുള്ള സ്ഥലങ്ങളിലെന്ന് വെച്ചാൽ അധികം വെയിൽ ഡയറക്റ്റായിട്ട് അടിക്കാത്ത സ്ഥലത്തിൽ വെക്കണം. ബാക്കിയെല്ലാം വെയിലുള്ള സ്ഥലത്ത് വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ നല്ല ചെറിയൊരു മഴയുണ്ട്. അപ്പോൾ ഞാൻ സ്ഥലം കണ്ടുപിടിക്കുകയാണ്. നമ്മൾ അവക്കാഡോ ഇവിടെ നടാം എന്നുള്ള കാര്യം. ബാക്കിൽ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിന് വലിയ പ്രശ്നം കാണത്തില്ല ഈ ചോല കണ്ടുപിടിക്കാൻ. ഇത് സുജിൻ്റെ പഴയ ബൈക്കാണ് കേട്ടോ. ഞങ്ങളുടെ അവഞ്ചർ ഭയങ്കര കംഫർട്ടബിളായിട്ട് ഞങ്ങൾ റൈഡ് ചെയ്ത സ്ഥലങ്ങളാണ്. നമ്മൾ ഇടയ്ക്ക് കൊണ്ട് നട്ടൊരു മാംഗോ ഇങ്ങനെ പൊടിച്ച് വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ തേങ്ങാപ്പര. പിന്നെ ഇത് സുജിൻ ഇടയ്ക്ക് വന്ന് കെട്ടിയൊരു ഫിഷ് ടാങ്കാണ് കേട്ടോ. ഇതിൽ മറ്റേ തിലോപ്പിയൊക്കെ ഉണ്ട്. നമ്മൾ ഇടയ്ക്ക് ഇതിൽ നിന്നൊക്കെ കഴിക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് പിന്നെ എടുക്കത്തില്ല. ഇപ്പോഴും ഉണ്ട് ഇതിൽ ഫിഷൊക്കെ കേട്ടോ. അത്യാവശ്യം നല്ലൊരു വലിയൊരു ഫിഷ് പോണ്ടാണ് കെട്ടിയേക്കുന്നത്. ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഇവിടെ എവിടെയെങ്കിലും ആ ഭാഗത്ത് എവിടെയെങ്കിലും നടാമെന്നാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കണ്ടുപിടിച്ച സ്ഥലം അത്ര സെറ്റായില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ മുയിൻകുളത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വെക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ വെച്ച് താമസിപ്പിക്കാതെ അങ്കിൾ ഇന്ന് പണിയായുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു. സാധാരണ എൻ്റെ കെട്ടിയവൻ അങ്ങനെ എന്താ പറയുക ദേഹാനങ്ങുന്നതല്ല. പിന്നെ പാവം അച്ഛനെ കൊണ്ട് ദേഹാനങ്ങിപ്പിക്കണ്ടെന്ന് പറഞ്ഞായിരിക്കും കുഴിയൊക്കെ എടുത്തു തരുന്നത്. അപ്പോൾ എങ്ങനെ എന്താണെന്നാലും നമ്മൾ കുഴിയൊക്കെ എടുത്തു. ധ്രുവിനെ കൊണ്ട് തന്നെ അത് നടിക്കണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. കാര്യം ഈ വാങ്ങിച്ചൊക്കെ പെട്ടെന്ന് പൊടിക്കുമെന്നാണ് പറഞ്ഞത്. ഈ റംബൂട്ടാനൊക്കെ ഒരു 5-6 കൊല്ലത്തിനകത്ത് വരും. ആകെ ടൈം എടുക്കുന്നത് അവക്കാഡോ മാത്രമാണ് ഒരു 8 തൊട്ട് 10 വർഷം വരെ ആകുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഓബിയസ്ലി കൂടുതലായിരിക്കും. എന്തായിരുന്നാലും അവനെ കൊണ്ട് തന്നെ എല്ലാ മരങ്ങളും നടിയിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഇട്ടിട്ട് അതിൻ്റെ അടിക്ക് തന്നെ നമ്മൾ വളം മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വളവും കൂടെ ഇട്ടിട്ടായിരുന്നു ഈ ചെടികൾ ഓരോന്നായിട്ട് വെച്ചത്. ഈ നടുന്നത് മാത്രമല്ല ഈ ചെടിക്ക് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വളവും കൂടെ നമ്മൾ മേടിച്ചിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വളർന്ന് കമ്പ് പോലെ ഇങ്ങനെ പോകത്തേ ഉള്ളൂ. വലുതായിട്ടൊന്നും സംഭവം പിടിക്കത്തില്ല. വേണ്ട ഈ മഴ പെയ്യുമ്പോൾ അങ്കിളിന് കുടയൊന്നും വേണ്ടല്ലോ, തലയിൽ വെള്ളം ഇറങ്ങത്തില്ലോ എന്ന് പറഞ്ഞ് പുള്ളിക്കാരന് കശൻ്റെ ആയതുകൊണ്ട് വെള്ളം തെറിച്ച് പോകുമല്ലോ എന്ന് പറഞ്ഞ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കളയൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം പാസ് അടിച്ചിരിക്കാം കേട്ടോ. എന്തായിരുന്നാലും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കുഴിയൊക്കെ എടുത്തിങ്ങനെ വെച്ച് വരുമ്പോഴത്തേക്കും രാത്രി ആയി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ലൈറ്റൊക്കെ ഇട്ടായിരുന്നു പിന്നെ ഉള്ള ചെടികളൊക്കെ വെക്കാൻ തുടങ്ങിയത്. പിന്നെ ലാസ്റ്റുള്ള അവക്കാഡോ അങ്കിൾ തന്നെ അങ്ങ് വെച്ചു. കാര്യം നല്ലതുപോലെ അങ്ങ് എന്താ പറയുക ലൈറ്റൊക്കെ പോയായിരുന്നു. അപ്പോൾ ധ്രുവിനെ കൊണ്ട് പിന്നെ വെപ്പിക്കാൻ നിന്നില്ല.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ എടുത്ത ആയുധങ്ങളൊക്കെ കഴുകിപ്പറക്കി തിരിച്ചു വെക്കുകയാണ്. യൂഷ്വലി വരുമ്പോൾ ഉള്ള എൻ്റെ ലൂട്ടിംഗ് ആണ്. തേങ്ങ, വെളിച്ചെണ്ണ, മഞ്ഞൾ, എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാം എടുത്തോണ്ടാണ് ഞാൻ പോകുന്നത്. രാത്രിയായപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വർക്കല വെച്ച് പിടിച്ച് കൈരളി ജുവലേഴ്സിൻ്റെ അവരുടെ ഗ്രൂപ്പിൻ്റെ ഒരു റെസ്റ്റോറൻ്റ് ആണ്. നല്ലൊരു മൾട്ടി കുസീനാണ് സംഭവം. അടിപൊളി ഫുഡൊക്കെയാണ് കേട്ടോ. യൂഷ്വലി നമ്മൾ ഉച്ചയ്ക്ക് വരുമ്പോഴും അവിടെ നിന്നാണ് കഴിക്കുന്ന എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരിട്ട് വേണ്ടത്തേക്ക് വെച്ചേ. അങ്ങനെ ഉറക്കപ്പിച്ചിലുള്ള ധ്രുവിൻ്റെ പാട്ടൊക്കെ കേട്ട് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. ബൈ.